ചിരിക്കാതെ അത്ര നന്നായിട്ടുണ്ട്. നല്ലൊരു കോമഡി പടമാണ്. ഇന്റർവ്യൂ കഴിഞ്ഞ് പടം അങ്ങനെ ഒരു പടമാണ്. പഴയ ഒരു ഇബിലിസ് എന്നൊരു പടമില്ലേ, നമ്മുടെ ആസിഫലിയുടെ അതുപോലെ ഒരു മൂഡിലാണ് അവിടെ പോകുന്നത്. രസമായിട്ടുണ്ട്. നല്ലൊരു സാങ്കല്പിക രാമം. അതിനകത്ത് കുറെ കഥാപാത്രം പണ്ടത്തെ സത്യനന്ദിക്കാടിന്റെ ഇവിടെ കാണുന്ന പോലെ ലുക്ക് തന്നെ മാറിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ നമുക്ക് ആദ്യം തന്നെ അറിയാം പുള്ളി നല്ലൊരു കഥാപാത്രമായിട്ട് വരുമെന്ന് തന്നെ അറിയാം. അവസാനമായപ്പോഴത്തേക്കും ഫുൾ ഫോമിലാവുക വിനയ് ഫോർട്ട്. നല്ല അവസാനമായപ്പോൾ നമ്മൾ ചിരിച്ചു. അതുപോലെ വിനയ് ഫോർട്ടിന്റെ അഭിനയം നമുക്ക് അക്ബരനായിട്ടുണ്ട്. ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് കണ്ടിയാൻ പറ്റി. അത് ഫ്രണ്ട്സിന്റെ കുറച്ച് അടിപൊളി നന്നായിട്ടുണ്ട്. എല്ലാവരും അഭിനയം നന്നായിട്ടുണ്ട്. നല്ലോണം കണക്ട് ചെയ്യാൻ പറ്റി. കാരണം തന്നെ അടിപൊളിയായി. എന്തോ നല്ലൊരു തീമായിരുന്നു. എല്ലാം കൊണ്ടും നല്ലൊരു പടമായിരുന്നു. ഒരു ഗ്രാമീണ ചിത്രമാണ്. പെരുമാനൂർ ഗ്രാമം ബേസ് ചെയ്ത. വിനയ് ഫോർട്ട് എല്ലാവരും വിളിച്ചിട്ടുണ്ട്. ലുക്മാൻ എല്ലാവരും വിളിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ആളുകളൊക്കെ ചിരിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അതിൽ നിന്ന് എനിക്ക് മനസ്സിലായത് വർക്ക്ഔട്ട് ആയതുള്ളത്. അതെ, സെക്കൻഡ് ഹാഫ് ഒരുപാട് ചിരിക്കാനുള്ള ഒരു നല്ല മൂവിയാണ്. പിന്നെ വിനയ് ഫോർട്ടിന്റെ ക്യാരക്ടർ ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. അതെ അതെ അതെ, ചിരിക്കാൻ പറ്റുന്ന ഒരു ലുക്ക് തന്നെയായിരുന്നു അത്. ഇപ്പൊ നടക്കുന്ന ഒരു സംഭവമാണ് അത്. നിങ്ങൾക്ക് ഫിലിം കണ്ടാൽ മനസ്സിലാവും. നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ്. കണക്ട് ചെയ്യാൻ പറ്റി. വിനയ് ഫോർട്ട് അടിച്ചു പൊളിച്ചു. നന്നായിട്ട് ആക്ട് ചെയ്തു. ഇഷ്ടപ്പെട്ടു. നന്നായിട്ട് അഭിനയിച്ചു. ദീപ എല്ലാവരും നന്നായിട്ട് അഭിനയിച്ചു. കോസ്റ്റ്യൂം ആണെങ്കിലും ആ ഒരു ലൊക്കേഷൻ ആണെങ്കിലും എല്ലാം വളരെ ഡിഫറെന്റ് ആയിട്ടാണ് ചെയ്തത്. നല്ല മൂവിയാ. എല്ലാരും തിയേറ്ററിൽ തന്നെ പോയി. നന്നായിട്ട് വിനയ് ഫോർട്ടിന്റെ ക്യാരക്ടർ അടിപൊളിയായിട്ടുണ്ട്. എല്ലാവർക്കും ചിരിക്കാനുള്ളത് അവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ക്ലൈമാക്സ് രംഗങ്ങളിൽ ഇത്ര ചിരി വരും എന്ന് പ്രതീക്ഷിച്ചില്ല. സോ ഇറ്റ് വാസ് റിയലി നൈസ്. എല്ലാരും കാണണം. കണക്ട് ചെയ്യാൻ പറ്റുന്നതാണല്ലോ. നമ്മള് കുറെ കാലങ്ങളായിട്ട് കേട്ടോണ്ടിരിക്കുകയാണല്ലോ നമ്മുടെ നാട്ടിലുള്ള ഓരോ കാര്യങ്ങള്. അത് കണക്ട് ആയി. നല്ല കോമഡി ആയിരുന്നു. അടിപൊളിയായിരുന്നു സംഭവം. അന്ധവിശ്വാസം വേണമെങ്കിൽ വിശ്വസിക്കാം, അല്ലെങ്കിൽ വിശ്വസിക്കണ്ട എന്നുള്ള രീതിക്ക് തന്നെ ഒരു മെസ്സേജും ആക്ച്വലി പറയുന്നുണ്ട് ഇതില് ഇൻഡയറക്ട്ലി. അത് നല്ലൊരു കോമഡി ആയിട്ടാണ് അവർ പറഞ്ഞിട്ടുള്ളത്. എല്ലാവരും നന്നായിട്ട്. രാധിക എന്റെ ഫ്രണ്ടാണ്. ഇതിൽ റംലു എന്ന് പറഞ്ഞ ക്യാരക്ടർ ചെയ്ത രാധിക ഞങ്ങളുടെ വളരെ അടുത്ത സുഹൃത്താണ്. അപ്പോൾ ആളെ സപ്പോർട്ട് ചെയ്യാൻ വന്നതാണ്. വെരി ഹാപ്പി. നല്ല മൂവിയാണ്. അതെ, അതാ ഞാൻ പറഞ്ഞത്. ഒരു ഹിഡൻ മെസ്സേജ് പോലെ തന്നെയാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അത് നന്നായി കൺവേ ആയി എന്ന് തോന്നുന്നു. നന്നായിട്ടുണ്ട്. നല്ലോണം ചിരിക്കുക. അതാ പറഞ്ഞത്. നല്ലൊരു എന്താ പറയാ, കോമഡിയുടെ രൂപത്തിൽ അവരത് പറഞ്ഞു. നന്നായിട്ട്. എനിക്ക് തോന്നുന്നു ആള് വെർസറ്റൈൽ ആയിട്ടുള്ള ഒരു ആക്ടർ ആണല്ലോ. അപ്പൊ അത് നന്നായിട്ടുണ്ട്. എല്ലാവരും നന്നായിട്ടുണ്ട്. എല്ലാ ക്യാരക്ടേഴ്സും ഭയങ്കര സ്പെഷ്യലാണ്. ഓരോരുത്തർക്കും ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്നു. നല്ല രസമുണ്ട്. അതെ അതെ, അത് പ്രതീക്ഷിച്ചിരുന്നില്ല. പക്ഷെ അതും ഈ പറഞ്ഞ പോലെ നല്ലൊരു കോമഡി ആയിട്ട് നന്നായിരുന്നു. ഇഷ്ടപ്പെട്ടു. നല്ല രസമുണ്ട്. എല്ലാവരും നന്നായി. അതെ ഞാൻ പറഞ്ഞു, എല്ലാ ക്യാരക്ടറും ഇമ്പോർട്ടന്റ് ആയിരുന്നു. അതേപോലെ നന്നായി. എല്ലാവരുടെയും ക്യാരക്ടർ നന്നായിരുന്നു. ഇറ്റ് വാസ് വെരി ഗുഡ്. ഓവറോൾ നല്ല മൂവിയായിരുന്നു. മുതൽ ആ ലെവലിലൊക്കെ തുടങ്ങിയാണ് പിന്നെ ജനങ്ങൾ ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. ഈ സിനിമ എന്ന് പറഞ്ഞാൽ ഒരു തമാശ ആഡ് ചെയ്യുന്നുണ്ടെങ്കിലും പക്ഷെ സിനിമയിൽ അതിൻ്റെതായിട്ടുള്ള കുറെ പുതിയതായിട്ടുള്ള കളറും അതിൻ്റെ അപ്പിയറൻസും ലുക്ക് വൈസും പിന്നെ ഇവരെ ക്യാരക്ടറുകളും അടിപൊളിയായിട്ടുണ്ട്. ആ സിനിമ വർക്കൗട്ട് ആയിട്ടുണ്ട്. അപ്പോൾ ഗംഭീര പടമാണ്. നമ്മൾ ഫാമിലി ആയിട്ടൊക്കെ കണ്ട് സന്തോഷിക്കാൻ പറ്റിയൊരു പടമാണ്. എല്ലാവരും ഫാമിലി ആയിട്ട് വന്ന് തന്നെ കാണുക. പടം മഹിച്ചാൻ്റെ മൂന്നാമത്തെ പടമാണ്. ഇപ്പം മൂന്ന് തരത്തിലുള്ളൊരു പടമായിരുന്നു. ഈ പടം ഭയങ്കര കോമഡി രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഭയങ്കര രസമായിട്ടുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. പേഴ്സണലി അവരായിട്ട് എനിക്ക് ഭയങ്കര ബന്ധമുള്ളതാണ്. എന്നാലും ഭയങ്കര രസമുള്ള പടം. എല്ലാവരും വന്ന് കാണുക, അടിപൊളിയാക്കുക. വിനയ് ചേട്ടൻ തകർത്ത് കളഞ്ഞു. ക്ലൈമാക്സ് വലിയ ക്ലൈമാക്സിൽ പറഞ്ഞ ഫൈറ്റോ പരിപാടിയോ ഒന്നുമില്ല. വിനയ് ചേട്ടൻ്റെ പെർഫോമൻസ് ആയിരുന്നു. ഗംഭീരമായിരുന്നു. ഭയങ്കര ഇഷ്ടമായി. കൈയടിച്ചു പോയി. അടിപൊളിയായിരുന്നു. ലാലേട്ടൻ, ശ്രീനിവാസൻ ചേട്ടൻ കൂട്ടുകെട്ട് ഉള്ള മൂവീസ് പോലത്തെ ചിരിക്കാനുള്ള ഒരു എന്റർടൈൻമെന്റ് സിനിമയാണ്. എല്ലാം ഉണ്ട്. പിന്നെ അഭിനയിച്ചിരിക്കുന്ന എല്ലാവരും വ്യത്യസ്തമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല മത്സര അഭിനയമാണ് കാഴ്ചവെച്ചിരിക്കുന്നത്.